നമസ്കാരം. +1 ഫിസിക്സിലെ അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 4ാമത്തെ ചാപ്റ്ററിലാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന ചാപ്റ്ററിൽ പ്രൊജക്റ്റൈൽ മോഷൻ അതെന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെട്ടിരുന്നു. ഈ ക്ലാസ്സിൽ we will derive the expressions for time of flight, height and range of the projectile. First we'll consider time of flight of a projectile. It is the time taken by the projectile to reach the ground. അതായത് എയറിലേക്ക് എറിഞ്ഞ ഒരു ബോഡി തിരിച്ച് ഗ്രൗണ്ടിലേക്ക് എത്താൻ എടുക്കുന്ന സമയത്തിനാണ് ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. അതിനുള്ളൊരു എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. We'll derive the expression for time of flight of the projectile. Okay. ഈ ഫിഗർ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെട്ടതാണ്. ഇതേ ഫിഗർ തന്നെയാണ് വീണ്ടും കൺസിഡർ ചെയ്യുന്നത് നമ്മൾ. ഫസ്റ്റ് വിൽ കൺസിഡർ ദ ടൈം ടേക്കൺ ബൈ ദ പ്രൊജക്ടൈൽ ടു റീച്ച് ദ മാക്സിമം ഹൈറ്റ്. ഓക്കെ, ഈ പോയിന്റിലേക്ക് എത്താൻ, അതായത് ഗ്രൗണ്ടിൽ നിന്ന് എറിഞ്ഞ വസ്തു, ആ ബോഡി ഈ മാക്സിമം ഹൈറ്റ് ഈ പോയിന്റിൽ എത്താൻ എടുക്കുന്ന സമയമാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ലെറ്റ് ഇറ്റ് ബി ടി സെക്കൻഡ് കൊണ്ടാണ് പ്രൊജക്ടൈൽ ഇവിടെ നിന്ന് ഇവിടേക്ക് എത്തുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത് എന്താ? ടൈം ടേക്കൺ ബൈ ദ പ്രൊജക്ടൈൽ ടു റീച്ച് ദ ഗ്രൗണ്ട്. അതായത് ഈ പോയിന്റിൽ നിന്ന് എറിഞ്ഞ ബോഡി ഇവിടെ ഗ്രൗണ്ടിൽ എത്താൻ ആവശ്യമായ സമയമാണ് ടൈം ഓഫ് ഫ്ലൈറ്റ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് മാക്സിമം ഹൈറ്റിൽ എത്തുന്ന ആ സമയം കണ്ടെത്തുന്നു, അതിന്റെ ഡബിൾ ആയിരിക്കും ഗ്രൗണ്ടിലേക്ക് എത്താൻ എടുക്കുന്ന സമയം. ഓക്കെ, അപ്പോൾ ടിയുടെ വാല്യൂ കണ്ടെത്തും, ദെൻ 2 times that t. കാരണം ഈ ഒരു പോയിന്റിന് വിത്ത് റെസ്പെക്ട് ടു ദിസ് പോയിന്റ് ദ ഗ്രാഫ് ഇസ് സിമെട്രിക്. ഓക്കെ, സോ ടൈം ടേക്കൺ ബൈ ദ പ്രൊജക്ടൈൽ ടു റീച്ച് ദി മാക്സിമം ഹൈറ്റ്, അതാണ് ആദ്യം ചെയ്യുന്നത്. അത് നമുക്ക് അറിയുന്ന കാര്യങ്ങൾ നോക്കാം. vy മാക്സിമം ഹൈറ്റിൽ ഈ പോയിന്റിൽ വെലോസിറ്റി 0 ആണ്. uy നമുക്കറിയാം, u sin theta. ay ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ഇറ്റ് ഇസ് -g. ഓക്കെ, ഇനി ഇത് എങ്ങനെയാണ് നമുക്ക് ടൈമിന്റെ എക്സ്പ്രഷൻ കിട്ടാൻ നോക്കാം. സോ വിൽ യൂസ് ദ ഇക്വേഷൻ v ഈക്വൽ ടു u പ്ലസ് at. വെർട്ടിക്കൽ കമ്പോണൻസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ vy ഈക്വൽ ടു uy പ്ലസ് ay t. vy 0 നമുക്കറിയാം, ഈ കാര്യങ്ങളെല്ലാം തന്നിട്ടുണ്ട്. uy u sin theta, ay -g. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ vyക്ക് 0 എന്ന് കൊടുത്തു, uy u sin theta minus gt, or gt equal to u sin theta, or t equal to u sin theta divided by g. Okay, t equal to u sin theta by g. This is the time taken to reach the maximum height. മാക്സിമം ഹൈറ്റിലേക്ക് എത്താൻ എടുക്കുന്ന സമയമാണ് നമുക്കിപ്പോൾ കിട്ടിയത്, u sin theta by g. Now, time of flight എങ്ങനെ കണ്ടുപിടിക്കും? ടൈം ഓഫ് ഫ്ലൈറ്റ് ക്യാപിറ്റൽ T ഈക്വൽ ടു 2 into t. നമ്മൾ നേരത്തെ പറഞ്ഞു, ഫിഗർ വെച്ച് പറഞ്ഞു കഴിഞ്ഞതാണ്. മാക്സിമം ഹൈറ്റിൽ നിന്ന് വീണ്ടും ഗ്രൗണ്ടിലേക്ക് എത്തണം, അതിന് വീണ്ടും t സെക്കൻഡ്സ് എടുക്കും. സോ ടോട്ടൽ ടൈം ടേക്കൺ ടു റീച്ച് ദ ഗ്രൗണ്ട്, എറിഞ്ഞ ആ ബോഡി തിരിച്ച് ഗ്രൗണ്ടിൽ എത്താൻ എത്ര സമയം എടുക്കും എന്നുള്ളതാണ് ടൈം ഓഫ് ഫ്ലൈറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ t ഈക്വൽ ടു 2 into small t. So you'll get t into 2u sin theta divided by g. t equal to 2u sin theta divided by g. That is the equation for time of flight of the projectile. Okay, വളരെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ ഡെറിവേഷനും, പ്രൊജക്ടൈലിനെ സംബന്ധിക്കുന്ന എല്ലാ ഡെറിവേഷനും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പോൾ ടൈം ഓഫ് ഫ്ലൈറ്റിന്റെ ഇക്വേഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. Now we are going to consider the maximum height. ഈ ഹൈറ്റ് ആണ്, ഇതിനുള്ള ഇക്വേഷൻ ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അതായത് ബോഡി എത്ര ഹൈറ്റിലേക്ക് എത്തിച്ചേരും, എത്ര ഹൈറ്റിലാണ് ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ ലെറ്റ് ദിസ് ബി ദ ഹൈറ്റ്. ഓക്കെ, ഇക്വേഷൻ നോക്കാം. സോ യു യൂസ് ദ ഇക്വേഷൻ v² ഈക്വൽ ടു u² പ്ലസ് 2as. വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് ആണ് ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വെർട്ടിക്കൽ കമ്പോണന്റ് ആണ് എടുക്കേണ്ട ഇക്വേഷന്റെ. സോ vy² ഈക്വൽ ടു uy² പ്ലസ് 2ay sy. ഓരോന്നും നമുക്കറിയാം. vy 0, uy u sin theta, sy is maximum displacement or maximum height in the vertical direction, that is denoted by h. ay equal to -g. Okay, ഇനി അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡിസ്പ്ലേസ്മെന്റ് ആണല്ലോ, വെർട്ടിക്കൽ ഡയറക്ഷനിലെ ഡിസ്പ്ലേസ്മെന്റ് ആണ് വേണ്ടത്. അപ്പൊ അതിന് യോജിച്ച ഇക്വേഷൻ ആണ് നമ്മൾ സെലക്ട് ചെയ്തത്. സോ vy 0 ഈക്വൽ ടു u² sin² theta -2gh. സബ്സ്റ്റിറ്റ്യൂഷൻ, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. ഓർ യു വിൽ ഗെറ്റ്
2gh equal to u square sin square theta. ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് 2gh equal to u square sin square theta എന്ന് എഴുതാം. Or h equal to u square sin square theta divided by 2g. Okay, h equal to u square sin square theta divided by 2g. That is the equation for maximum height attained by the projectile. അപ്പോൾ ഈ ഇക്വേഷൻ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ മറ്റൊന്നും ഇതിൽ ബുദ്ധിമുട്ടില്ല. വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പ് തന്നെ മനസ്സിലാക്കിയതാണ്. ഫൈനൽ വെലോസിറ്റി എന്താണ്, ഇനീഷ്യൽ വെലോസിറ്റിയുടെ എക്സ് കമ്പോണന്റ്, വൈ കമ്പോണന്റ്, ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞതാണ്. സോ ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ h ഈക്വൽ ടു യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2g. ഇതിൽ ഓരോന്നും എന്താണെന്ന് അറിയാം. യു ഇനീഷ്യൽ വെലോസിറ്റി ആണ്, തീറ്റ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ, ആൻഡ് g ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഓക്കെ, നൗ കൺസിഡർ ദി ഹൊറിസോണ്ടൽ റേഞ്ച് ഓഫ് ദി പ്രൊജക്ടൈൽ. ഈ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിനാണ് ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, മാക്സിമം ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദ പ്രൊജക്ടൈൽ. അതായത് O മുതൽ P വരെയുള്ള ഡിസ്റ്റൻസ്. Oയിൽ നിന്ന് ബോഡി പ്രൊജക്ട് ചെയ്തു, പ്രൊജക്റ്റഡ് ഇൻ ടു എയർ. പിയിൽ ബോഡി ഗ്രൗണ്ടിലേക്ക് തിരിച്ചെത്തി. ഇപ്പോൾ OP എന്ന ഡിസ്റ്റൻസ് ആണ് ഹൊറിസോണ്ടൽ റേഞ്ച് എന്നറിയപ്പെടുന്നത്. ആൻഡ് ഇറ്റ് ഇസ് ഡിനോട്ടഡ് ബൈ ക്യാപിറ്റൽ R. അതിന്റെ എക്സ്പ്രഷൻ എങ്ങനെയാണെന്ന് നോക്കാം. So horizontal distance traveled is velocity into time. Horizontal ഡയറക്ഷനിലുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ആക്സിലറേഷൻ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ഇല്ല. അപ്പോൾ നമ്മൾ വി സ്ക്വയർ ഈക്വൽ ടു ഓർ എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എടുക്കുമ്പോൾ തന്നെ എയുടെ ഒരു ടേം, ആക്സിലറേഷൻ വരുന്ന ടേം ക്യാൻസൽ ആയി പോയല്ലോ. സോ വെലോസിറ്റി ഇൻറ്റു ടൈം എന്നുള്ള ഇക്വേഷൻ എടുക്കാം. ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിനെയാണ് റേഞ്ച് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ക്യാപിറ്റൽ ആർ ഈക്വൽ ടു യു എക്സ് ഇൻറ്റു ടി. വെലോസിറ്റി ഇൻറ്റു ടൈം. യു എക്സ് റിമെയിൻസ് സെയിം, കാരണം നോ ഫോഴ്സ് എല്ലാം ഹൊറിസോണ്ടൽ ഡയറക്ഷൻ. അപ്പോൾ വെലോസിറ്റി എപ്പോഴും യു എക്സ് തന്നെയാണ്, അതിൽ ചേഞ്ച് ഇല്ല. ഓക്കെ, സോ യു എക്സിന് യു കോസ് തീറ്റ, ദെൻ ടി ഇസ് ആക്ച്വലി ദ ടൈം ഓഫ് ഫ്ലൈറ്റ്, കാരണം ഗ്രൗണ്ടിലേക്ക് എത്തിച്ചേരുന്ന ടൈമാണ്. പ്രൊജക്ട് ചെയ്ത ബോഡി ഗ്രൗണ്ടിലേക്ക് എത്തിച്ചേരുന്ന ഒരു സമയമാണ് നമ്മളിവിടെ ടി കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ടി ഇവിടെ ക്യാപിറ്റൽ ടിക്ക് ഈക്വൽ ആണ്. സൈഡിൽ വേണം നിങ്ങൾക്ക് എഴുതാം സ്മോൾ ടി ഈക്വൽ ടു ക്യാപിറ്റൽ ടി, ടൈം ഓഫ് ഫ്ലൈറ്റ്. ടൈം ഓഫ് ഫ്ലൈറ്റിനുള്ള ഇക്വേഷൻ 2u സൈൻ തീറ്റ ബൈ ജി. ദാറ്റ് ഈസ് ആർ ഈക്വൽ ടു യു സ്ക്വയർ 2 സൈൻ തീറ്റ കോസ് തീറ്റ ഡിവൈഡഡ് ബൈ ജി, or r equal to u square sin 2 theta by g. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും 2 sin theta cos theta equal to sin 2 theta. So sin 2 theta ക്ക് പകരം or 2 sin theta cos theta അതിന് പകരം sin 2 theta സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. So we'll get r equal to u square sin 2 theta divided by g. അപ്പോൾ range of the projectile depends on the initial velocity and angle of projection. For a given value of velocity, it depends only on angle of projection. അല്ലെ, ഒരു പെർട്ടിക്കുലർ വെലോസിറ്റിയിലാണ് നമ്മൾ ബോഡി എറിയുന്നതെങ്കിൽ, ഇപ്പൊ ജാവലിൻ ത്രോ ഒരു പെർട്ടിക്കുലർ വെലോസിറ്റിയിലാണ് ജാവലിൻ എറിയുന്നതെങ്കിൽ പിന്നെ അവിടെ റേഞ്ച് ഏത് വാല്യൂവിനനുസരിച്ചിട്ടാണ് വേരിയേഷൻ വരിക? ആംഗിൾ തീറ്റയ്ക്ക് അനുസരിച്ചിട്ടാണ് വേരിയേഷൻ വരിക. അപ്പൊ എപ്പോഴാണ് ഫോർ എ ഗിവൺ വെലോസിറ്റി ഫോർ വിച്ച് വാല്യൂ ഓഫ് തീറ്റ യു ഗെറ്റ് മാക്സിമം റേഞ്ച്? That is when sin 2 theta is maximum. Range is maximum when sin 2 theta is maximum. Sin 2 theta maximum ആവുന്ന എപ്പോഴാണ്? When 2 theta equal to 90 degree. അല്ലെ, സൈൻ ഫംഗ്ഷന്റെ മാക്സിമം വാല്യൂ +1 ആണ്. മാക്സിമം വാല്യൂ ഓഫ് സൈൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് +1 ആണ്. അത് +1 ആവുന്നത് എപ്പോഴാണ്? സൈനിന്റെ വാല്യൂ ആംഗിൾ 90 ഡിഗ്രി ആകുമ്പോഴാണ്. അപ്പൊ ഇവിടെ 2 തീറ്റയാണ് ആംഗിൾ, 2 തീറ്റ 90 ഡിഗ്രി ആകുമ്പോഴാണ് ഇവിടെ +1 സൈൻ 2 തീറ്റയുടെ വാല്യൂ 1 കിട്ടുക. ഓക്കെ, അപ്പോൾ 2 തീറ്റ 90 എന്ന് പറഞ്ഞാൽ തീറ്റ ഈക്വൽ ടു 45 ഡിഗ്രി. Now what is the maximum horizontal distance? എന്തായിരിക്കും? യു സ്ക്വയർ ബൈ ജി. ആർ മാക്സ് ഈക്വൽ ടു യു സ്ക്വയർ ബൈ ജി. കാരണം ഇതേ ഇക്വേഷനിൽ തന്നെ സൈൻ 2 തീറ്റയ്ക്ക് 1 കൊടുത്തു. മാക്സിമം വാല്യൂ കിട്ടാൻ സൈൻ 2 തീറ്റ 1 ആവും. അപ്പോൾ യു സ്ക്വയർ ബൈ ജി എന്ന് കിട്ടും മാക്സിമം റേഞ്ച്. അപ്പോൾ മാക്സിമം റേഞ്ച് ഓഫ് ദി പ്രൊജക്ടൈൽ ഇസ് യു സ്ക്വയർ ബൈ ജി. അപ്പോൾ ഒരു പ്രൊജക്ടൈലിനെ സംബന്ധിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഡിറൈവ് ചെയ്തത്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെറിവേഷൻസ് ആണ്. പ്രോബ്ലംസ്, ന്യൂമറിക്കൽ പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. ആ ഫൈനൽ ഇക്വേഷൻസ് ഒന്നുകൂടി നോക്കുക. ടൈം ഓഫ് ഫ്ലൈറ്റ് ഓഫ് ദി പ്രൊജക്ടൈൽ ടി ഈക്വൽ ടു 2u സൈൻ തീറ്റ ബൈ ജി.
Then maximum height attained by the projectile h is equal to u square sin square theta by 2g, and the horizontal range of the projectile r equal to u square sin 2 theta divided by g. Maximum horizontal range r max equal to u square by g. ഈ ഇക്വേഷൻസ് എല്ലാം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആയിട്ടും തിയറിയിലും ഡെറിവേഷനും ഒക്കെ ചോദിക്കാറുണ്ട്. വളരെ നന്നായിട്ട് മനസ്സിലാക്കി എഴുതി പഠിക്കുക.